KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നലെ ഞാനടക്കമുള്ള നേതാക്കൾ ശ്രീ റോജി ജോണുമായി ചർച്ച നടത്തുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പാർട്ടിയിൽ കുറേ നാളുകളായി നിലനിൽക്കുന്ന വിഭാഗീയതയുടെയും അതുപോലെ തന്നെ തെറ്റായ ചില പ്രവണതകളുടെയും അടിസ്ഥാനത്തിലാണ് മറ്റത്തൂരിൽ ഈ സംഭവ വികാസങ്ങൾ മുഴുവൻ ഉണ്ടാകാൻ കാരണമെന്ന് ഞങ്ങൾക്ക് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിനനുസൃതമായ ചർച്ചകളും നടപടികളും ഉണ്ടാകും എന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ക്രിയാത്മകമായ നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നത് എങ്കിൽ രാജി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി തീരുമാനങ്ങൾക്കും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വ്യക്തമായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടത്തിൻ്റെയോ എന്തെങ്കിലും താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. യാദൃശ്ചികമായി നമുക്ക് BJPയുടെ വോട്ട് ലഭിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിലും അതിനുവേണ്ടി മുൻകൂട്ടിയുള്ള ചർച്ചയോ ആസൂത്രണമോ ഒന്നും നടത്തിയിരുന്നില്ല. മാത്രവുമല്ല, അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. ആ നേതാക്കളുടെ തെറ്റായ നടപടികളാണ് ഇത്തരം അവസ്ഥയിലേക്ക് എത്തിച്ചത്. പാർട്ടിക്ക് എത്രയേറെ അവമതിപ്പുണ്ടാക്കിയ ഈ വിഷയത്തിൽ ഇപ്പോഴും ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒക്കെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൂടെ തിരുത്തണം എന്നാണ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പരിഹരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ DCCക്കെതിരെയുള്ള പ്രകടനമാണോ? ഞങ്ങൾ ഇന്നലെ ഒരു പ്രകടനം നടത്തിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രകടനത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്തവരുകൾ വരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. CPMനെതിരായി കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ എന്തിനാണ് പാർട്ടിയിലെ ഒരു വിഭാഗവും അതുപോലെ തന്നെ മറ്റുള്ളവരും എന്തിനാണ് വിരളി പൂണ്ടുന്നത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ചില മാധ്യമങ്ങൾ CPMനെ സഹായിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ പാർട്ടിയിലെ ചില ക്ഷുദ്രജീവികൾ CPMനെ സഹായിക്കുന്നതിന് വേണ്ടി നടത്തുന്ന കുൽസിത ശ്രമങ്ങളുടെ പരിണത ഫലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. CPMന് എന്തെങ്കിലും പോറലേറ്റാൽ പലർക്കും വലിയ വേദനയുണ്ടാകുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് പറയുന്ന വർഗീയ കക്ഷി, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വർഗീയത വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഏറ്റവും വലിയ വർഗീയ കക്ഷിയായ CPMഉം ഏറ്റവും വലിയ അഴിമതി പാർട്ടിയായ CPM, സ്വർണ്ണക്കൊള്ളക്കാരായ CPM, അവർക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ എന്തിനാണ് ഇവർ ബേജാറാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.